നമസ്കാരം. ഇന്ത്യക്കെതിരായുള്ള ആക്രമണങ്ങളെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റുമുട്ടലുകളെ നേരിടാനുള്ള രാജ്യത്തിന്റെ ആയുധ ശേഖരത്തിലേക്ക് ഇതാ ഏറ്റവും നൂതനമായൊരു റോക്കറ്റ് സിസ്റ്റം കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO പിനാക 3 എന്ന പുതിയതും കൂടുതൽ ശക്തവുമായ ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റമാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 120 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ ഈ നൂതന സംവിധാനത്തിന് സാധിക്കും. പിനാക 3 ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ അഥവാ MBRL സംവിധാനമാണ്. ഈ സംവിധാനത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഈ സംവിധാനം വിന്യസിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം എതിരാളികളെ വിറപ്പിക്കും. കാരണം എത്ര ദീർഘദൂര ആയുധങ്ങൾക്കെതിരായും പ്രവർത്തിക്കാൻ ഈ സംവിധാനത്തിന് ശേഷിയുണ്ട്. പൂനെയിലെ DRDOയുടെ ആയുധ ഗവേഷണ വികസന സ്ഥാപനമായ ARDEയും മറ്റ് ഗവേഷണ ലാബുകളുമായി സഹകരിച്ചാണ് ഇത്തരമൊരു സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പിനാക പരമ്പരയിലെ ഏറ്റവും നൂതനമായ പതിപ്പായ ഈ സംവിധാനം മുൻ വകഭേദങ്ങളായ 40 കിലോമീറ്റർ പരിധിയുള്ള പിനാക MK1, 60 മുതൽ 90 കിലോമീറ്റർ വരെ പരിധിയുള്ള പിനാക MK2, 75 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ വരെ പരിധിയുള്ള ഗൈഡഡ് പിനാക എന്നിവയേക്കാൾ ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റമാണ്. ഈ പുതിയ പതിപ്പിന് 120 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ സാധിക്കും. 250 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ് വഹിക്കുന്ന ഈ നൂതന സംവിധാനത്തിന് ശത്രു കമാൻഡ് സെന്ററുകൾ, ബങ്കറുകൾ, വിതരണ കേന്ദ്രങ്ങൾ എന്നിവ നശിപ്പിക്കാൻ തക്ക ശക്തിയുണ്ട്. ഇതിലെ റോക്കറ്റിന് 300 മില്ലിമീറ്റർ ആണ് വ്യാസം. ഇത് പഴയ 214 മില്ലിമീറ്റർ പതിപ്പിനേക്കാൾ വലുതാണ്. ഇതിൽ നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പിനാക MK3ക്ക് മുൻ പതിപ്പുകളെ അപേക്ഷിച്ച് വ്യാപ്തിയും പ്രകടനവും ഏറെയാണ്. DRDOയുടെ റിസർച്ച് സെന്റർ ഇമാറത്ത് അഥവാ RCI വികസിപ്പിച്ചെടുത്ത ഒരു ഹൈടെക് ഗൈഡൻസ്, നാവിഗേഷൻ, കൺട്രോൾ കിറ്റാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതിൽ ലേസർ ഗൈറോ നാവിഗേഷനും മൈക്രോസ്ട്രിപ്പ് ആന്റിനകളും ഉൾപ്പെടുന്നു. മാത്രവുമല്ല, ഇത് 10 മീറ്ററിൽ താഴെയുള്ള ഉയർന്ന കൃത്യതയും പ്രദാനം ചെയ്യുന്നു. നിലവിലുള്ള പിനാക ലോഞ്ചറുകളിൽ നിന്ന് പിനാക 3ന് മുൻ പതിപ്പായ പിനാക 2 വിക്ഷേപിക്കാൻ സാധിക്കും. ഇത് അധിക ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓരോ ലോഞ്ചറിനും 8 ഗൈഡഡ് റോക്കറ്റുകൾ വഹിക്കാനുള്ള ശേഷിയാണുള്ളത്. വെറും 44 സെക്കൻഡിനുള്ളിൽ 700 മുതൽ 500 മീറ്റർ പ്രദേശം നശിപ്പിക്കാൻ ഇവയ്ക്കാകും. പിനാക MK3 റോക്കറ്റ് സിസ്റ്റത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമായ ഇക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് അഥവാ EEL ആണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ ഉപഭോക്തൃ പരീക്ഷണങ്ങൾ ഉടൻ ആരംഭിക്കും. പരീക്ഷണത്തിന്റെ ഭാഗമായി EELഉം മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡും നിർമ്മിച്ച റോക്കറ്റുകൾ 2 നൂതന പിനാക ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കപ്പെടും. അതുപോലെ തന്നെ സിമുലേറ്റഡ് കോംബാറ്റ് സാഹചര്യങ്ങളിൽ നിലവിലുള്ള യുദ്ധ കമാൻഡ് സിസ്റ്റങ്ങളുമായി ഈ സംവിധാനം എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പരീക്ഷണ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടും. 2024 നവംബറിൽ നടന്ന ഗൈഡഡ് പിനാകയുടെ വിജയകരമായ പരീക്ഷണങ്ങളുടെ തുടർച്ചയായാണ് ഈ പരീക്ഷണങ്ങൾ നടക്കുക. പരീക്ഷണ ഘട്ടങ്ങൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കി ഇന്ത്യൻ സൈന്യത്തിലേക്ക് MK3 എത്രയും പെട്ടെന്ന് കൂട്ടിച്ചേർക്കാനുള്ള നീക്കമാണ് നടന്നുവരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക സമയത്താണ് പിനാക 3 മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഏറെ തന്ത്രപരമായ മൂല്യങ്ങളുള്ള ഈ സംവിധാനം ചൈനയുടെ 70 മുതൽ 130 കിലോമീറ്റർ വരെ പരിധിയുള്ള PHL-03, പാകിസ്ഥാന്റെ കൈവശമുള്ള 120 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള A100 എന്നീ ദീർഘദൂര റോക്കറ്റ് സംവിധാനങ്ങളാണ് ഈ പുതു സിസ്റ്റത്തിന്റെ വികസനത്തിനായി ഇന്ത്യക്ക് പ്രേരണയേകിയത്. ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്നേക്കാവുന്ന ഭീഷണികളെ നേരിടാനും പ്രതിരോധിക്കാനും ഇന്ത്യൻ സൈന്യം പിനാക സിസ്റ്റത്തിന്റെ 120 കിലോമീറ്ററും 300 കിലോമീറ്ററും ദൂരമുള്ള വകഭേദങ്ങൾ ഉരുത്തിരിച്ചെടുക്കാനായി 2021 അംഗീകാരം നൽകിയത്. പിനാക MK2വിന്റെ കൃത്യതയോടെയുള്ള നാവിഗേഷൻ സംവിധാനം ലഡാക്ക്, കാർഗിൽ തുടങ്ങിയ പർവ്വത പ്രദേശങ്ങളിൽ അതിനെ ഏറെ നിർണായകമാക്കി തീർത്തു. ഏത് ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിലും ഉയർന്ന കൃത്യതയോടെ ശത്രു ബങ്കറുകളെയും കമാൻഡ് പോസ്റ്റുകളെയും ലക്ഷ്യമിടാൻ അതിനാകും.
തദ്ദേശീയമായ രൂപകൽപ്പനയും നിലവിലുള്ള ലോഞ്ചറുകളുമായുള്ള പൊരുത്തവും കാരണം പിനാക MK2 ലോജിസ്റ്റിക്സിൽ ലളിതവും സാമ്പത്തികവുമായി കാര്യക്ഷമവുമാണ്. അതിനു പിന്നാലെയാണ് കൂടുതൽ സവിശേഷതകളുള്ള പിനാക 3 രംഗപ്രവേശം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇത് വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അറ്റകുറ്റപ്പണികളുടെയും നവീകരണങ്ങളുടെയും ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. നിലവിൽ 200 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അടുത്ത തലമുറ പിനാക പതിപ്പുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ DRDO ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതും യാഥാർത്ഥ്യമാകുന്നതോടെ വരും നാളുകളിൽ ഇന്ത്യയുടെ ആഴത്തിലുള്ള ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.